അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ട് ഒരു കൂര വറുക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു 250 ഗ്രാം അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, കട്ടൊന്നുമില്ലാതെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ചതാണ്. പുട്ടുപൊടി എടുക്കുകയാണ് ഇതിലും നല്ലത്. അപ്പോൾ പുട്ടുപൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു തേങ്ങ ചിരവിയത്, പിന്നെ ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. ഇനി ആദ്യം ഒരു ടീസ്പൂൺ എണ്ണ എടുത്തിട്ട് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിയതിന് ശേഷം ഈ തേങ്ങയും കറിവേപ്പിലയും നല്ല ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം അത് വറുക്കാനായിട്ട് പോകാം. ചട്ടി നല്ല ചൂടായപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ട് അത് മൂത്ത് വന്നപ്പോൾ കുറച്ച് തേങ്ങയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഓഫായി, അതാണ് അത് കാണാതിരുന്നത്. അപ്പം ഈ തേങ്ങ ഇതിലെ വെള്ളമൊക്കെ നല്ല വറ്റി തേങ്ങ കൊന്ന് വറുത്ത് വരട്ടെ. ഇപ്പം തേങ്ങയൊക്കെ നല്ല വെള്ളമൊക്കെ വാരി ഒന്ന് നെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കുഴച്ച് വെച്ച അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലൊന്ന് നല്ല കിടന്ന് മുരിയെടുത്ത് വരട്ടെ. ഈ അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ ഇതിൽ കിടന്ന് നല്ല ഒന്ന് മുരിയെടുത്ത് വരണം. അതിന് ശേഷമാണ് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കൽ. ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് നെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂണിന് നിറച്ച് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഒരു 3 കോരി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ പഞ്ചസാര മെൽറ്റാവോളം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു ഇളം ബ്രൗൺ കളറായി വരും. അപ്പോൾ ഓഫാക്കാം. അപ്പം നമ്മളെ കൂരം വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.